പെരുന്നാൾ കഴിഞ്ഞാൽ നാവിനെ സൂക്ഷിക്കണം. നിബിതങ്ങൾ പറഞ്ഞതുപോലെ പെരുന്നാൾ കഴിഞ്ഞ് നമ്മൾ പുറത്തു പോകുന്ന നമ്മൾ ഉമ്മയുടെ ഗർഭാശയത്തിൽ വന്ന് കുഞ്ഞിനെ പോലെ സലീമായ ഹൃദയത്തോടുകൂടി കടന്നു വരുന്ന മക്കളാകണം, കടന്നു വരുന്ന അല്ലാഹുവിന്റെ അടിമകളാകണം. അങ്ങനെ ആവണമെങ്കിൽ ഈ റമദാനിൽ ആർജിച്ചെടുത്ത ഈമാൻ നഷ്ടപ്പെടുത്താതെ, ഒരു നിലക്കും കളഞ്ഞു കുളിക്കാതെ എന്റെ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളെ നമ്മൾ കടന്നു പോകണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. രാത്രികളിൽ മിഴികൾ സജലങ്ങളാക്കി എത്ര യുവാക്കളാണ് എത്ര ആളുകളാണ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പാരായണം ചെയ്തത്, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തത്, ഇഅ്തികാഫിരുന്നത്. ഈ ഒരു ആവേശം എങ്ങാനും കിട്ടുപോയാൽ, ഇവർക്കൊന്നും ഒരു പ്രതിഫലം കിട്ടാതിരുന്നാൽ എന്തൊരു വിഷമമായിരിക്കും, എന്തൊരു ദുഃഖമായിരിക്കും, എന്തൊരു പ്രയാസമായിരിക്കും. അതുകൊണ്ട് ഈമാൻ കൈവടിയരുത്, ഈമാൻ കൈവടിയരുത്. നമ്മൾ ഇന്ന് റമദാനോട് സലാം പറഞ്ഞു. ഇൻഷാ അല്ലാഹ് ഒരുപാട് റമദാൻ കടന്നുകൂടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. റബ്ബേ, ഞങ്ങളുടെ അവസാനത്തെ റമദാൻ ആക്കല്ല അല്ലാഹ്, ഞങ്ങളുടെ അവസാനത്തെ റമദാൻ ആക്കല്ല അല്ലാഹ്, ഞങ്ങളുടെ അവസാനത്തെ റമദാൻ ആക്കല്ല അല്ലാഹ്. ശവ്വാലിന്റെ പൊന്നമ്പിളി മാനത്ത് പ്രത്യക്ഷമാകുമ്പോൾ പള്ളിയുടെ മൂലക്കിരുന്നു കൊണ്ട് പൊട്ടിക്കരഞ്ഞ് എത്ര പ്രായമായവരുണ്ടെന്നറിയുമോ? അവർക്കറിയാം ഈ റമദാനിന്റെ ശ്രേഷ്ഠത എന്നാൽ അടുത്ത വർഷം അവര് മാത്രമല്ല നമ്മൾ ഉണ്ടാകുമെന്ന് ഉറപ്പാകുള്ളത്, ദിവസവും നമ്മൾ പത്രം എടുത്ത് നോക്കുമ്പോ ഒന്നാമത്തെ പേജിൽ മുഴുവൻ വീണ് മരിച്ചു, പെട്ടെന്ന് മരിച്ചു, ആക്സിഡന്റിൽ മരണപ്പെട്ടു. വാട്സപ്പിൽ നോക്കുമ്പോ പെട്ടെന്നുള്ള മരണങ്ങളാണ്. നമ്മൾ പറയുന്നു ഇന്നലെ കണ്ടവനല്ലേ ഞാൻ, ഇന്നലെ കണ്ടവനാണവൻ, എത്ര നല്ല ചെറുപ്പക്കാരനായിരുന്നു, ആരോഗ്യ ദൃഢരാത്രനായിരുന്നു. പക്ഷേ എന്റെ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളെ, അതിന് യാതൊരുവിധ ഗ്യാരണ്ടിയും ഇല്ലാത്തതാണ് മരണം എന്ന് പറയുന്നത്. ക്ഷണിക്കാതെ കടന്നു വരുന്നതാണ് ഈ മൗത്ത് എന്ന് പറയുന്നത്. ഞാനിട്ട ഈ കപ്പായത്തിന്റെ കുടുക്ക്, ഞാനിട്ട ഈ ചെരുപ്പ്, കുപ്പായത്തിന്റെ കുടുക്ക് ഞാൻ തന്നെ അഴിക്കുമെന്ന് ഒരു ഉറപ്പും നമുക്കില്ല. നമ്മൾ ഇന്ന് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുന്നത് പോലെ, അതല്ലെങ്കിൽ സ്റ്റിക്കർ ഇടുന്നത് പോലെ, നമ്മുടെ മരണത്തിന്റെ താഴെയോ ഇന്നാലില്ലാഹി എന്നുള്ള 100 കണക്കിന് സ്റ്റിക്കർ വരും. നമുക്ക് വേണ്ടി ഇന്നാലില്ലാഹി പറയും, നമുക്ക് വേണ്ടി അല്ലാഹു മഗ്ഫിർ ലഹു പറയും, നമുക്ക് വേണ്ടി അല്ലാഹു മഗ്ഫിർ ലഹു എന്ന് പറയും. കുറച്ചാളുകൾ കണ്ണീർ പൊഴിക്കും, കുറച്ചാളുകൾ ആവലാതിപ്പെടും. നല്ല ചെറുപ്പക്കാരനായിരുന്നുവല്ലോ, ഇന്നലെ പോലും ഞാൻ കണ്ടതാണല്ലോ എന്ന് പറയും. അതിൽ കൂടുതൽ ആളുകളും വീട്ടിലേക്ക് വരും. അതിൽ കുറച്ചാളുകൾ പള്ളിയിലേക്ക് നമ്മുടെ കൂടെ അനുഗമിക്കും. അതിലും കുറച്ചാളുകൾ പള്ളിക്കാട്ടിലേക്ക് നമ്മുടെ മയ്യത്ത് കൊണ്ടുപോകുന്ന ഭാഗം വരും. എന്നിട്ട് അവൾ ഉസ്താദിന്റെ അവിടെ നിന്ന് തസ്ബീഹ് ചൊല്ലും നോക്കി ചില ആളുകൾ ഇങ്ങനെ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ തബ്ബിത്ഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിഖുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബർ അൻ ജംബി എന്നിങ്ങനെ പറയും. ഇതിന്റെ അവസാനം മിൻഹാ ഖലഖനാകും وفيها نعيدكم ومنها نخرجكم تارة أخرى. എടാ മുഹമ്മദ്, എടാ റഫീഖ്, എടാ ഫാറൂഖ്, മിൻഹാ ഖലഖനാകും, നിന്നെ സൃഷ്ടിച്ചത് ഈ മണ്ണിൽ നിന്നാണ്. വഫീഹാ നുഈദുകും, ഈ മണ്ണിലേക്ക് തന്നെയാണ് നീ മടക്കം. വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ, നീ പേടിക്കണ്ട, മറ്റൊരു പ്രാവശ്യം ഞങ്ങളും വരും, ഞങ്ങളും നിന്റെ കൂടെ വരും. മഹ്ശറയിൽ നമ്മൾ ഒരുമിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണീർ പൊഴിച്ചു കൊണ്ടുപോകും. 2-3 ദിവസം ഉമ്മാക്കും ഭയങ്കര ദുഃഖമായിരിക്കും. ഭാര്യ 1 മാസത്തോളം ഇങ്ങനെ കിനാവ് കാണും. മക്കൾക്ക് 2 മാസമാകുമ്പോൾ വാപ്പാനെ മറന്നു പോകും. പതിയെ അവർ ജീവിതത്തിലേക്ക് ഇങ്ങനെ തിരിച്ചു വരും. നമ്മൾ കിടക്കേണ്ടത് ഖബറാണ്. ഞാൻ എന്തിനാണ് പറഞ്ഞറിയുമോ? നിങ്ങളിൽ മുന്നിലേക്കാണ് ഒരു വിരൽ ചൂടുന്നതെങ്കിലും ബാക്കി 4 ബെന്നിലേക്ക് തന്നെയാണ് ചൂടുന്നത്. ഞാൻ നന്നാവണം, നിങ്ങളും നന്നാവണം. ഇനി ഈമാനിലേക്ക് കടന്നു പോകണം. നിസ്കരിക്കാൻ പള്ളിയിൽ അകന്നറയ ആളുകളുണ്ട്, ഓതാൻ ആളുകളുണ്ട്, തസ്ബീഹ് ചെല്ലുന്നുണ്ട്, എല്ലാ കാര്യത്തിലും നല്ല റാഹത്തിന് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ബാക്കി എല്ലാ ഹറാമിയത്തും നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഹറാമിയത്തും നമ്മൾ വല്ലാത്ത ആവേശത്തിലാണ്. അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളെ, ഈ റമദാൻ അതിന് വലിയൊരു മാറ്റം ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ.